ഒരു ഫോട്ടോയോ ഒരു ഇമേജോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതെ മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ് ഓൾ, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണെന്ന് കരുതുന്നു. നമ്മൾ ഈ തവണ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഇമേജസ് ആവട്ടെ വീഡിയോസ് ആവട്ടെ, അത് നിങ്ങൾ എഴുതിയ എന്തെങ്കിലും ഒരു റൈറ്റിങ്സ് ആവട്ടെ, നിങ്ങൾ എഴുതുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ എഴുതിയിടുന്നതും നല്ലതായിരിക്കും ഫേസ്ബുക്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ നിങ്ങൾ മ്യൂസിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതെ എങ്ങനെ യൂസ് ചെയ്യാം, ആ മ്യൂസിക്കുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. അതൊരു കോപ്പി പേസ്റ്റ് ആവാതെ, കോപ്പി പേസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കോപ്പിറൈറ്റ് ആവും. അതുപോലെ തന്നെ ഓൾറെഡി കോപ്പിറൈറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് അങ്ങനെ റോയാലിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മ്യൂസിക് നിങ്ങളുടെ ഫേസ്ബുക്കിലോ പോസ്റ്റിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഏതെങ്കിലും പോസ്റ്റ് ആവട്ടെ അതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു പങ്ക് റോയാലിറ്റി ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട നമ്മുടെ വരുമാനം ഓട്ടോമാറ്റിക് അവരാണ് അതിൻ്റെ ഓണേഴ്സ് ആരാണോ അവരാണ് അതിൻ്റെ റൈറ്റ്സ് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു സിംഹഭാഗം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ ഭാഗം തന്നെ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഏണിങ്സ് നമുക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ കോപ്പിറൈറ്റ് വരാത്ത മ്യൂസിക്കുകൾ എങ്ങനെ യൂസ് ചെയ്യാം ഓരോ പോസ്റ്റിലും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഫോട്ടോയാകാം, നിങ്ങൾ എഴുതുന്ന വരികളാവാം, കവിതയാവാം, കഥയാകാം, നോവലാകാം, എന്തോ ആയിക്കോട്ടെ. അത് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പിറൈറ്റും വരാതെ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത, അതായത് റോയൽറ്റി ഫ്രീ മ്യൂസിക് എന്നാണ് അതിന് പറയുക. ആ മ്യൂസിക് എങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ പോസ്റ്റുകൾ കുറച്ചുകൂടെ നല്ല അട്രാക്റ്റീവ് ആക്കാം, ബ്യൂട്ടിഫുൾ ആക്കാം, കൂടുതലും റീച്ചുകളിലേക്ക് എത്തിക്കാം, കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു പോസ്റ്റിലേക്ക് മാറ്റാം എന്നതിന് പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്നാലാണ് ഈ ഒരു പോസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. ഓക്കെ, ഈ വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഞാനൊരു ഡോമ പോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു റൈറ്റിങ്സോ, ഞാനവിടെ ഒരു പോസ്റ്റാണ്, അതായത് ഒരു ഇമേജാണ് ഒരു പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫേസ്ബുക്കിലേക്ക്, അതൊരു ഡെമോ പോലെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്ലസിൻ്റെ ചിഹ്നം കാണാൻ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ്, സ്റ്റോറി, റീല്, ലൈവ് എന്നൊക്കെ കാണാം. അത് നമുക്ക് ചെയ്യേണ്ടത് പോസ്റ്റാണ്. പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ ആദ്യം ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഫോട്ടോ വീഡിയോ എന്നാണ്. ഞാനിവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിക്കുമ്പോൾ ഒരു ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, മ്യൂസിക് ഉപയോഗിച്ച് കോപ്പിറൈറ്റ് വരാതെ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫോട്ടോ വീഡിയോ സെലക്ട് ചെയ്യുക. ഫോട്ടോ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഏതൊരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മളെടുത്ത ഫോട്ടോ, അതായത് ഞാൻ ഒറിജിനൽ കണ്ടൻറ്റ് എപ്പോഴും യൂസ് ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോണിലെടുത്ത ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ റൈറ്റിങ്സോ നമ്മൾ ഇതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഒറിജിനൽ കണ്ടൻറ്റ് നമ്മൾ കൂട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനെടുത്ത ഒരു ഫോട്ടോ ഇതിൽ നിന്ന് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ക്ലിക്ക് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ വരും. നമുക്കതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുകളിൽ എഡിറ്റ് നിന്നും ആഡ് മ്യൂസിക് എന്നും കാണാം. അതിൽ ആഡ് മ്യൂസിക് ക്ലിക്ക് ചെയ്യും. ആഡ് മ്യൂസിക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് വരും. നമ്മൾ ഇതിലൊന്നും സെലക്ട് ചെയ്യരുത്, കാരണം ഇതിൽ നമുക്ക് കൂടുതലും റോയൽറ്റി ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ കാണുമ്പോൾ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് വരാതെ യൂസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് റോയൽറ്റി ഫ്രീ മ്യൂസിക് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെർച്ച് കൊടുക്കാം. നമ്മൾ റോയൽറ്റി ഷെയർ ചെയ്യാത്ത, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സോങ്സ് കാണും. ഇതിലൊരു 40,000-40,000 സോങ്ങുകളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ പോസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പീസ് നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് റീച്ച് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരു സെലക്ട് ചെയ്ത് നമുക്ക് നല്ല നമ്മുടെ പോസ്റ്റിന് സംബന്ധമായ ഒരുപാട് സോങ്ങുകൾ കിട്ടും. നമ്മൾ സെലക്ട് ചെയ്യുക, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അവിടെ പ്ലേ കൊടുത്ത പ്ലേ എടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള അതിൻ്റെ പാട്ടിൻ്റെ സീക്വൻസും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോയിൽ മ്യൂസിക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കാം. ഇപ്പം ഞാൻ പറയാമല്ലോ, ഞാൻ തൃശ്ശൂർക്കാരാണ്, അതുകൊണ്ട് ഡു യു നോ
Noda place. You know, this very famous place in Thrissur road. If yes, please comment in the comment box. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ഹെഡിങ് ആയിട്ടുണ്ട്, അതായത് ആര് കണ്ടാലും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി വളർത്തുന്ന ഒരു ഹെഡിങ് കൊടുക്കുക. നമുക്കിതിലൊരു ഇങ്ങനെ അടുത്ത് ചെയ്യണത് പോസ്റ്റിൽ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 4-5 ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തൃശ്ശൂർ എന്ന് സെലക്ട് ചെയ്തു, തൃശ്ശൂർക്കാരൻ വന്നു. അതുപോലെ ഫേസ്ബുക്ക് ഫോട്ടോ ചലഞ്ച് കൊടുത്തു. അതുപോലെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ 25 എന്ന് കൊടുക്കുക. അതുപോലെ തൃശ്ശൂർ സ്പോർട്സ് എന്ന് കൊടുക്കുക. സ്പോർട്സ് കൊടുക്കുക. ഒരമ്പനം കൊടുക്കുക. അതായത് നമ്മൾ FB ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ എനേബിൾ ഓൺ ചെയ്തേക്ക്. കാരണം ഇത് ഓൺ ചെയ്തേക്കിരുന്നതായിരിക്കും. കാരണം ഈ സംബന്ധമായി ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അവരിലേക്ക് എത്താനായിട്ട് സഹായിക്കും. അതുപോലെ ഇതിൽ നമ്മൾ വന്നിട്ട് നമ്മൾ സ്ഥലം ടാഗ് ചെയ്യുക, തൃശ്ശൂർ ടാഗ് ചെയ്യുക. അതുപോലെ ഫീൽ ചെയ്യുന്ന മുന്നിൽ നേരത്തെ പറഞ്ഞാൽ ഹാപ്പി, ബ്ലെസ്ഡ്, എല്ലാം കൂടെ ലവ്ലി, എക്സൈറ്റഡ്, ഇങ്ങനെ എക്സൈറ്റഡ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. കാരണം ഫേസ്ബുക്ക് നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ റീച്ച് കൂട്ടാനായിട്ടാണ്, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടാണ്. ഓക്കെ, പിന്നെ അത് കോപ്പി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഹെഡിങ് ടൈറ്റിൽ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമുക്കപ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി. പുതുതായിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല, നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മുടെ തന്നെ സ്വന്തം ഹെഡ്ലൈൻ ആണല്ലോ. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കാണാം അപ്പോൾ സ്റ്റുഡൻസ് ക്യാൻ കമൻറ്റ്. ഇതൊക്കെ ഇത് നമുക്ക് ഷെയർ ടു സ്റ്റോറി ഇപ്പോൾ ഓൺ ആക്കി വയ്ക്കുക. ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പുകളുള്ള നമുക്ക് 1, 2 തൃശ്ശൂർക്കാരൻ തൃശ്ശൂർ സെലക്ട് ചെയ്യുക. അതുപോലെ ബാക്കിലോട്ട് വരിക. നമ്മൾ സെലക്ട് ചെയ്ത ഗ്രൂപ്പുകളുടെ എണ്ണം ഇവിടെ കാണാം. പോസ്റ്റ് കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമ്മൾ മ്യൂസിക് റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. മാക്സിമം നിങ്ങളെ റോയൽറ്റി ഫ്രീ ആയി മ്യൂസിക്കുകൾ മാത്രം ഇതിൽ ആഡ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏണിങ്സൊക്കെ കിട്ടി തുടങ്ങും. നല്ല രീതിയിൽ ഏണിങ്സുകളാണെങ്കിൽ ഒരു 80-20 അല്ലെങ്കിൽ 70-30 അല്ലെങ്കിൽ 75-25, അതായത് 70 ഒരു മേജർ ഭാഗം ഇതിൻ്റെ ഓണറാണ്. അവർക്കും കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ മാറും. അപ്പോൾ നിങ്ങൾക്ക് കഷ്ടപ്പാടൊക്കെ എല്ലാവരും കൊണ്ടുവന്ന രീതിയിലാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം മ്യൂസിക്കിൽ യൂസ് ചെയ്യേണ്ട, നിങ്ങളുടെ തന്നെ ഓൺ വോയിസിൽ ഇട്ട് വെക്കുക. അതായിരിക്കും ഇതല്ല. കാരണം ഒറിജിനൽ കണ്ടനായിട്ട് മാത്രം ഫേസ്ബുക്ക് അംഗീകരിക്കുക. നിങ്ങൾ ഏറ്റവും ഒറിജിനൽ ജെനുവനാക്കി ഇരിക്കുക. ഫേസ്ബുക്കിന് വേണ്ടത് അതാണ്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ സാധനം കൊണ്ടുവരിക, മറ്റുള്ളവരെന്തെങ്കിലും കൊണ്ടുവന്ന് കോപ്പി അടിച്ച് ഇതിൽ യൂസ് ചെയ്യുക. ഇതൊന്നും ഫേസ്ബുക്ക് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നേ ഇല്ല. നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നത് മാത്രമാണ് നമ്മുടെ സുക്കുടുബായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം മ്യൂസിക് യൂസ് ചെയ്തിരിക്കുക. യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കാണിച്ചെന്ന പോലുള്ള സെറ്റിങ്സിലൂടെയും ഒരു വഴിയിലൂടെയും മാത്രം മ്യൂസിക്കിൽ ആഡ് ചെയ്യുക. ശ്രദ്ധിക്കുക. ഇനി എങ്ങാനും നിങ്ങൾ മ്യൂസിക് ഒരു റോയൽറ്റി ഉള്ള അല്ലെങ്കിൽ പേറ്റൻ്റ് ഉള്ള ആരെങ്കിലും മ്യൂസിക് ആഡ് ചെയ്തിട്ട് പിന്നീട് CM പ്രൊഫൈലിന് ഈ പ്രൊഫൈൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഓൾറെഡി CM ഓണായിട്ടുള്ള ആൾക്കാർക്ക് അത് സസ്പെൻഡ് ആവാനും ഡിലേ ആവാനും അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല CM വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അത് ഓൾറെഡി ഡിലേ ആവും. അവരെ കൊണ്ട് സുക്കൂറുമായി ബ്ലാക്ക് ലിസ്റ്റിലിടും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള മ്യൂസിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ റോയൽറ്റി ഫ്രീ മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോളോ ചെയ്യുക.
അതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് എൻ്റെ മെസ്സേജ് വന്നോടാം. വീഡിയോസ് ഇനിയും നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് പറ്റാവുന്നതുപോലെ ഞാൻ ഇതിനൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരും. എനിക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ അടുത്ത പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും സെറ്റിങ്സിൽ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്ക് ഉപകാരമാവട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും കാണാം. ഓക്കെ, ബായ്. അതെ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ആരോടൊന്നും മിണ്ടരുത്, നമ്മളെല്ലാം മിണ്ടണം കേട്ടോ. ഓക്കെ, ബൈ.